നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കോയമ്പത്തൂർ വാൽപ്പാറ ചുരത്തിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 5 അധ്യാപകരടക്കം 9 പേർ മരിച്ചു. 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ മാള കുന്നത്തുകാട് ഭാഗത്ത് KSEB പവർ കട്ട് നടത്തുന്നു എന്നാരോപിച്ച് ഒറ്റയാൾ സമരം. മാള ഗ്രാമപഞ്ചായത്ത് അംഗം ജിനേഷാണ് കുന്നത്തുകാട് ജംഗ്ഷനിൽ സമരം നടത്തിയത്. തൃശൂരിലെ ചിട്ടി ആർബിട്രേഷൻ ഓഫീസ് പ്രവർത്തനത്തിന് വീണ്ടും തുടർച്ചാനുമതി നൽകി നികുതി വകുപ്പിന്റെ ഉത്തരവിറങ്ങി. മാളയിലെ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോയമ്പത്തൂർ വാൽപ്പാറ ചുരത്തിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 5 അധ്യാപകരടക്കം 9 പേർ മരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 13-ാം ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട വാഹനം 9-ാം വളവിലേക്ക് മറിയുകയായിരുന്നു. വളാഞ്ചേരി കുറുവ പഞ്ചായത്ത് പാങ് ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രധാന അധ്യാപിക P. അജിത, അധ്യാപകരായ കരുമത്തൊടി മജീദ്, ഭാര്യ കളത്തിൻതൊടി റുഖിയ, വരൂപ്പറമ്പൻ റംല, കൊളത്തൂർ സ്വദേശി ആശ, ആലുങ്ങൽ സുഹ്റയുടെ മകൻ 12 വയസ്സുള്ള ഹിഷാം, പാങ് GUP സ്കൂൾ അധ്യാപിക വിളഞ്ഞിപ്പുലാൻ സൈതലവിയുടെ മകൾ ഷക്കീല, പാചകത്തൊഴിലാളി പാങ് സ്വദേശി സാജിദ എന്നിവരാണ് മരിച്ചത്. കാഴ്ചപരിമിതിയുള്ള മജീദിന് സഹായിയായാണ് ഭാര്യ റുഖിയ വിനോദയാത്രയിൽ പങ്കെടുത്തത്. സാജിദയുടെ മകൻ ഷഹദീൻ, ഷക്കീലയുടെ മകൾ മസ്നിൻ, സ്കൂൾ ഡ്രൈവർ കുന്നക്കാവ് സ്വദേശി നൌഷാദ്, ട്രാവലറിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫഹീസ് എന്നിവർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ മസ്നിൻ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലും മറ്റു 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. കോയമ്പത്തൂരിൽ പ്രവേശിപ്പിച്ചവരുടെ നില ഗുരുതരമാണ്. അതിരപ്പിള്ളി സന്ദർശിച്ച് മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തി മടങ്ങുമ്പോഴാണ് അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 13-ാം ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട ടെമ്പോ 9-ാം വളവിലേക്ക് മറിയുകയായിരുന്നു. വണ്ടി പൂർണ്ണമായും തകർന്നു. ഇതുവഴി കടന്നുപോയ വാഹനങ്ങളിലുള്ളവരാണ് അപകട വിവരം പോലീസിനെ അറിയിച്ചത്. പൊള്ളാച്ചിയിൽ നിന്ന് ആംബുലൻസുകൾ എത്തി വാഹനത്തിലുള്ളവരെ പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിച്ചു. വിവരമറിഞ്ഞ് ബന്ധുക്കൾ രാത്രിയോടെ ഇവിടെ എത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ മാള കുന്നത്തുകാട് ഭാഗത്ത് KSEB പവർ കട്ട് നടത്തുന്നു എന്നാരോപിച്ച് ഒറ്റയാൾ സമരം. മാള ഗ്രാമപഞ്ചായത്ത് അംഗം ജിനേഷാണ് കുന്നത്തുകാട് ജംഗ്ഷനിൽ സമരം നടത്തിയത്. ടച്ചിംഗ് പ്രവൃത്തികൾ നടത്തുന്നു എന്ന പേരിൽ പ്രദേശത്ത് പവർ കട്ടാണ് KSEB അധികൃതർ നടത്തുന്നതെന്ന് ജിനേഷ് ആരോപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നിങ്ങനെ ഒരു നിൽപ്പ് സമരം ഇവിടെ നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് KSEBയുടെ ജനവഞ്ചനയ്ക്കെതിരെയാണ്. ചൂട് അസഹ്യമായ ഈ കാലഘട്ടത്തിൽ രാവിലെ 8:30 മുതൽ 4 മണി വരെ കുന്നത്തുകാട് പോലെയുള്ള സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് HT ലൈൻ മെയിൻ്റനൻസ് ടച്ചിങ് വെട്ടുന്നതിന് വേണ്ടി എന്നുള്ള പേര് പറഞ്ഞ് പവർ കട്ട് തന്നെയാണ് ഇവർ നടത്തുന്നത്. ഈ സാധാരണക്കാരെ ആൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഈ ചൂടത്ത് ജനങ്ങൾ എങ്ങനെ വീടിനകത്തിരിക്കും? പുറത്തിറങ്ങിയ അസഹ്യമായ ചൂട്, കറണ്ടില്ലാതെ വീടിനകത്ത് ഇരിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഈ പ്രദേശത്തെ തള്ളിവിട്ട KSEBയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് ഈ നിൽപ്പ് സമരം. ഏപ്രിൽ 1 മുതൽ KSEB യൂണിറ്റിന് 12 പൈസ വെച്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു മാസം 537 കോടി രൂപയാണ് KSEBക്ക് അതിൽ അധിക വരുമാനം ലഭിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇത്തരത്തിലായിരിക്കെ KSEB ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കനത്ത ചൂട് മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഇത്തരത്തിൽ കറന്റ് കട്ട് ചെയ്യുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും ജിനേഷ് പറഞ്ഞു. ഇന്ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് വൈദ്യുതി തടസ്സപ്പെടുമെന്ന് KSEB അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് സമരം നടത്തിയത്. തൃശൂരിലെ ചിട്ടി ആർബിട്രേഷൻ ഓഫീസ് പ്രവർത്തനത്തിന് വീണ്ടും തുടർച്ചാനുമതി നൽകി നികുതി വകുപ്പിന്റെ ഉത്തരവിറങ്ങി. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ പരാതിയിലാണ് നടപടി. ഈ വർഷം ആർബിട്രേഷൻ ജീവനക്കാരെ സ്ഥിര നിയമനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അനുമതി ഉണ്ടായില്ല. ധനകാര്യ വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കാത്തതാണ് കാരണമെന്നാണ് അറിയുന്നത്. 2027 മാർച്ച് 31 വരെയാണ് ഇപ്പോൾ തുടർച്ചാനുമതി നൽകിയിട്ടുള്ളത്. ജില്ലയിലെ ചിട്ടി സംബന്ധിച്ച തർക്കങ്ങളും കേസുകളും തീർപ്പാക്കുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പിലെ ചിട്ടി ഫണ്ട് നിയമം അനുസരിച്ച് ആർബിട്രേറ്റർമാരായി 2 ഓഫീസ് ജീവനക്കാരായി 4 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്.
എന്നാൽ ഈ ഓഫീസ് സംവിധാനത്തിന് സ്ഥിരാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മാള സ്വദേശി ഷാൻഡി ജോസഫ് ഹൈക്കോടതിയെ സമീപിക്കുകയും 2019 അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നു. LLB ഉള്ള സബ് രജിസ്ട്രാർമാരിൽ നിന്നാണ് ഇപ്പോൾ താൽക്കാലികമായി നിയമനം നടത്തുന്നത്. 1 വർഷത്തേക്കാണ് നികുതി വകുപ്പ് ഓരോ വർഷവും ആർബിട്രേഷൻ ഓഫീസിന്റെ പ്രവർത്തനത്തിന് അനുമതി നൽകി വരുന്നത്. 2019 മുതൽ ഓരോ വർഷവും ഇത്തരത്തിൽ തുടർച്ചാനുമതി നൽകിയാണ് പ്രവർത്തനം നടത്തിവരുന്നത്. മുഴുവൻ സമയ ആർബിട്രേറ്റർമാരെയും ഓഫീസ് സംവിധാനങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹർജി നൽകിയിരുന്നത്. സ്ഥിര നിയമനം നൽകുന്നതുവരെ തുടർച്ചാനുമതി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞെങ്കിലും കഴിഞ്ഞ 6 വർഷമായും തുടർച്ചാനുമതിയാണ് നികുതി വകുപ്പ് നൽകുന്നത്. എല്ലാ വർഷവും മാർച്ച് 31 വരെയാണ് ആർബിട്രേഷൻ ഓഫീസിന് പ്രവർത്തനാനുമതി നൽകുന്നത്. ഏറ്റവും കൂടുതൽ ചിട്ടി സ്ഥാപനങ്ങളും പരാതികളും കേസുകളും തൃശൂർ ജില്ലയിലാണുള്ളത്. ഇത്തരം കേസുകളിലൂടെ സർക്കാരിന് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. ഓരോ വർഷവും ആർബിട്രേഷൻ ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാകുമ്പോൾ പരാതി നൽകിയും കോടതിയെ സമീപിച്ചുമാണ് ഹർജിക്കാരൻ അനുകൂല ഉത്തരവ് നേടുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തോടെ പുതിയ കേസുകൾ പരിഗണിക്കുന്നത് നിർത്തിവെക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 6 വർഷവും മാർച്ച് മാസത്തിനു ശേഷം ഓഫീസിന്റെ പ്രവർത്തനം തുടരുമെന്ന ഉറപ്പില്ലാത്തതിനാൽ വരും മാസങ്ങളിൽ കേസുകൾ പരിഗണിക്കാറില്ല. 6 വർഷമായിട്ടും സ്ഥിര നിയമനം വൈകുന്നതിനാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു. മീഡിയ ടൈം, മാള. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, ജയിലിൽ അടയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് മാഷ് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ജില്ലാ സെക്രട്ടറി KV രാജേഷ്, അഡ്വക്കേറ്റ് PK ബിന്ദു എന്നിവർ സംസാരിച്ചു. PK കൃഷ്ണൻകുട്ടി, PL ലജുക്കുട്ടൻ, NV പ്രമോദ് കുമാർ, അഡ്വക്കേറ്റ് KV ബാബു, NV സന്തോഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നാടിനും സമുദായത്തിനും ദിശാബോധം നൽകിയ നവോത്ഥാന നേതാവാണ് മുൻ നിയമസഭാ സ്പീക്കർ KM സീതി സാഹിബ് എന്ന് ജന്മനാടായ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. KHM അഷ്റഫ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് വാളൂർ, ഷാർജ KMCC വൈസ് പ്രസിഡന്റ് കബീർ ചന്നാങ്കര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സീതി സാഹിബിന്റെ പൗത്രനും പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ സീതി, മുൻ ദുബായ് KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉബൈദ് ചേറ്റുവ, കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ES സഗീർ, സൗദി KMCC സെക്രട്ടറി നാസർ എടവനക്കാട്, അബ്ദുൽ കരീം മൗലവി, AA ഷംസു അറക്കപ്പറമ്പിൽ, MH ഫൈസൽ, ചിറയൻകീഴ് മണ്ഡലം ലീഗ് സെക്രട്ടറി അഷ്റഫ് ചന്നാങ്കര, സിറാജ് ആലുവ, AM ജബ്ബാർ, TA സിദ്ദിഖ്, നസീർ നമ്പൂതിരി മഠം, അഷ്റഫ് മഞ്ഞന, അച്ചു മാള, ഷംനാദ് കാര തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോയമ്പത്തൂർ വാൽപ്പാറ ചുരത്തിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞ് മലപ്പുറം സ്വദേശികളായ 5 അധ്യാപകരടക്കം 9 പേർ മരിച്ചു. 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ മാള കുന്നത്തുകാട് ഭാഗത്ത് KSEB പവർ കട്ട് നടത്തുന്നു എന്നാരോപിച്ച് ഒറ്റയാൾ സമരം. മാള ഗ്രാമപഞ്ചായത്ത് അംഗം ജിനേഷാണ് കുന്നത്തുകാട് ജംഗ്ഷനിൽ സമരം നടത്തിയത്. തൃശൂരിലെ ചിട്ടി ആർബിട്രേഷൻ ഓഫീസ് പ്രവർത്തനത്തിന് വീണ്ടും തുടർച്ചാനുമതി നൽകി നികുതി വകുപ്പിന്റെ ഉത്തരവിറങ്ങി. മാളയിലെ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.